കോടമഞ്ഞ് പുതച്ച പ്രഭാതങ്ങളും നിലാവ് പൂക്കുന്ന രാത്രികളും നക്ഷത്രങ്ങൾ കൺചിമ്മുന്ന ആകാശവിധാനം. ദൈവപുത്രൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുവാൻ പ്രകൃതി സ്വയം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. BMC പ്രസൻസ് ഗ്ലോറിയ 2025 മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സന്ദേശം നൽകാനായി എത്തിയിരിക്കുന്നത് സെൻറ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വികാരി റവറൻ ജേക്കബ് തോമസ് ആണ്. അദ്ദേഹത്തെ സന്ദേശം നൽകാനായി എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റും പ്രതീക്ഷയുടെ പുതുനാമ്പും ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ക്രിസ്മസ് വരവായി. ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ നേരുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ വായിച്ച് തിരുപ്പിറവിയുടെ സന്ദേശം നമുക്ക് പങ്കുവയ്ക്കാം. 2-ാം അധ്യായം. ഹെറോദാവിൻ്റെ കാലത്ത് യെരുശലേമിലെ യഹൂദിയായിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന വിദ്വാൻമാർ ജെറുസലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെറോദാവ് അത് കേട്ടിട്ട് അവനും ജെറുസലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി ക്രിസ്തു എവിടെ ജനിക്കുന്നു, എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദിയായിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയായിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പട്ടണങ്ങളിൽ ഒട്ടും ചെറുതല്ല. നിന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാൻ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവിൻ്റെ കാലത്ത് ക്രിസ്തു ജനിച്ചതിൻ്റെ വിവരണമാണ് നാം ഇവിടെ കേട്ടത്. ഹെരോദാവ് എന്ന് പറയുന്ന രാജാവ് യഹൂദിയയിലെ രാജാവായി വാണത് BC 40-നും AD 4-നും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ജനിച്ച കാലഘട്ടം ചരിത്രപരമായി ഹെരോദാവ് എന്ന രാജാവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പൈതലിനെ തേടി വന്ന വിദ്വാൻമാർ പറയുന്നത് കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിപ്പാനായി ഞങ്ങൾ വന്നു എന്നാണ്. ഹെരോദാവ് ഇത് കേട്ട് ഭ്രമിച്ചു എന്ന് നാം വായിക്കുന്നു. കിഴക്ക് നിന്ന് വിദ്വാൻമാർ ജെറുസലേമിലെത്തി. കിഴക്ക് നിന്ന് എന്ന് പറയുന്ന ഭാഗം എവിടെയെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ല. അത് ചരിത്രപരമായി ബാബിലോണിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് വന്നവർ എന്നാണ് നാം വിശ്വസിക്കുന്നത്. എത്ര പേരായിരുന്നു വിദ്വാൻമാരെന്നതിനും വ്യക്തമായ തെളിവുകളില്ല. പൗരസ്ത്യ ചിന്താഗതിയിൽ 12 പേരായിരുന്നു വിദ്വാൻമാരായി വന്നത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പാശ്ചാത്യ ചിന്തകന്മാർ 3 സമ്മാനങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ട് 3 പേരായിരുന്നു വിദ്വാൻമാർ അല്ലെങ്കിൽ വൈസ്മെൻ, കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ അവരോടുകൂടെ വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു എന്നും അവർ ഈ നക്ഷത്രത്തെ കണ്ട് ബാബിലോണിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 4 മാസങ്ങൾക്ക് ശേഷമാണ് യഹൂദിയയിൽ എത്തിച്ചേരുന്നത്. അവരെ വഴി നടത്തിയത് കിഴക്ക് കണ്ട നക്ഷത്രമായിരുന്നു. അതൊരു ദിവ്യ നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രത്തെ കണ്ട് അതിനെ അനുഗമിച്ച് ഈ ജ്ഞാനികൾ യഹൂദിയയിലെത്തി. ലോകപ്രകാരം രാജകുമാരന്മാർ പിറക്കുന്നത് രാജകൊട്ടാരത്തിലാണല്ലോ. ആയതുകൊണ്ട് അല്പസമയം നക്ഷത്രത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറി അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹെരോദാവിന് അതിനെപ്പറ്റി വ്യക്തമില്ല. പക്ഷേ കിഴക്ക് കണ്ട നക്ഷത്രത്തെ കണ്ട് വന്നവരാണെന്നറിഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അവൻ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ പറഞ്ഞു, ബേത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കുന്നത്. ഏകദേശം 17,000 മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് 4 മാസത്തോളം യാത്ര ചെയ്ത് ഈ വിദ്വാൻമാർ ആ പൈതലിനെ തേടിയെത്തി. മറുഭാഗത്ത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പ്രവചനങ്ങളിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നു. അത് ബേത്ലഹേമാണ്, അവരെ സംബന്ധിച്ച് 10 മൈൽ മാത്രം ദൂരത്ത്. നാം ഓർക്കേണ്ടുന്ന ഒരു പ്രധാന ചിന്ത ഇവിടെയുണ്ട്. എന്നാൽ വിദ്വാൻമാർ ആ പൈതലിനെ തേടി ബേത്ലഹേമിലേക്ക് പോകുമ്പോൾ ഇവിടെ പ്രവചനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഹെരോദാവും അതിനെ അനുധാവനം ചെയ്യുവാനോ
ആ പുൽക്കൂടിനെ തേടി യാത്ര ചെയ്യുവാനോ കഴിയാതെ പോയി എന്നുള്ള ഒരു നിർഭാഗ്യാവസ്ഥയും ഇവിടെയുണ്ട്. ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് പൈതൽ പിറന്ന സമയം കൃത്യമായി ചോദിച്ചറിഞ്ഞു. ആയതുകൊണ്ടാണ് വിദ്വാൻമാർ തുടർന്ന് അവരുടെ യാത്ര ആരംഭിച്ചു. അവർ കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ വീണ്ടും യാത്ര ചെയ്തു. ബേത്ലഹേമിലെ ഭവനത്തിൽ പൈതലിനെ അവൻ്റെ അമ്മയായ മറിയമോടുകൂടെ കണ്ട് അവർ അവനെ വന്ദിച്ചു. അവർ അവന് പൊന്ന്, മൂര്, കുന്തിരിക്കം കാഴ്ചവെച്ചു. ഇതും വീണ്ടും ഒരു പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. രാജാക്കന്മാർക്ക് നൽകുന്ന സമ്മാനമാണ് പൊന്ന്. നാം വായിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. വീണ്ടും അവർ കാഴ്ചവെച്ചത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം എന്ന് പറയുന്നത് ധൂപം അർപ്പിക്കുവാനായിട്ടുള്ള സുഗന്ധവർഗമാണ്. ദൈവത്തിന് ആരാധനയ്ക്കായി വിശുദ്ധ ആലയത്തിൽ ധൂപമർപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കുന്തിരിക്കം കിഴക്കൻ ദേശത്ത് നിന്ന് അപൂർവമായ വിലയേറിയ ഈ സമ്മാനം അവർ കാഴ്ചവെക്കുക വഴി ക്രിസ്തുവിലെ പൗരോഹിത്യത്തെ, പുരോഹിതനെ, മഹാപുരോഹിതനെ മുന്നമേ ദർശിച്ചതിൻ്റെ അടയാളം പോലെയാകുന്നു. പിന്നീട് അവർ കാഴ്ചവെച്ചത് മീറയാണ്. മീറ എന്നുള്ളത് ദ സഫറിംഗ് സെർവൻ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കഷ്ടപ്പെടുന്ന ദാസൻ എന്നുള്ള യെശയ്യാ പ്രവചനങ്ങളുടെയൊക്കെയും പൂർത്തീകരണം പോലെ അവൻ്റെ വേദനകളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ ക്രൂശിൽ നിന്ന് അവനെ ഇറക്കി അരിമത്യാക്കാരൻ ജോസഫും നിക്കോദിമോസും മീറ കൊണ്ട് അവൻ്റെ ശരീരത്തെ പൊതിഞ്ഞു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കഷ്ടതകളെ മുന്നമേ കണ്ടുകൊണ്ടായിരിക്കാം മീറ അവർ സമ്മാനമായി സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ വരവും ഈ നമസ്കാരവും ഈ കാഴ്ചകളും എല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. ഒന്നും ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതല്ല. നമ്മുടെ ജീവിതത്തിലും ഈ സന്ദേശം നൽകുന്നത്, നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ അർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് മുമ്പിൽ വരുന്ന ദൈവം കാട്ടിത്തരുന്ന സാധ്യതകളെ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതകൾ കൊണ്ട് നമ്മൾ മറന്നുപോകുന്നു. ഓർക്കുക, വളരെ അടുത്ത് ആ പൈതലിനെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കിഴക്ക് നിന്ന് വന്നവർക്ക് ലഭിച്ച ഭാഗ്യം തൊട്ടടുത്തുള്ളവർക്ക് ലഭിക്കാതെ പോയി എന്നുള്ളതിൻ്റെ കാരണവും നാം അന്വേഷിക്കുക. ഈ ക്രിസ്മസ് എല്ലാവിധ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളായി ഭൂമിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പുൽക്കൂട്ടിലെ പൈതലിനെ കാണുവാനും നമ്മുടെ ഹൃദയത്തിൽ അവൻ കൈകാലുകൾ അടിച്ച് സന്തോഷിക്കുവാനും അവൻ്റെ ജനനത്തിൽ അവർ സന്തോഷിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ആത്മീയമായ അനുഭവത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഒരു സന്ദേശം നമുക്കായി പങ്കുവച്ച് റെവറൻഡ് ഫാദർ ജേക്കബ് തോമസിന് ബഹരി മീഡിയ സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.